നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. അത്തം നക്ഷത്രം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. മെയ് മാസം നിങ്ങൾക്ക് ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള ധനാഗമനം സാധ്യമാണ്. നിങ്ങളുടെ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനാകുന്നു. മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാരംഭിക്കാനുള്ള സമയമാണ്. വളരെയധികം ശുഭ അവസരങ്ങളാണ് കൈവരുന്നത്. കുടുംബ ബന്ധങ്ങൾ ദൃഢമാവുന്നു. സന്തോഷവും സമൃദ്ധിയും മറ്റു ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാകുന്നതും ഈ മാസം ദർശിക്കാവുന്നതാണ്. നിങ്ങളെ കൂടുതൽ ജാഗ്രതയോടെയും ഗൗരവത്തോടെയും ജീവിതത്തെ സമീപിക്കുവാൻ സഹായിക്കുന്ന മാസമാണിത്. ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന പൊരുത്തക്കേടുകൾ നീങ്ങുന്നതായി കാണുന്നു. വിദ്യാർത്ഥികളാണെങ്കിൽ തങ്ങളുടെ പരീക്ഷയോ ഫലമോ ആയ കാര്യങ്ങളിൽ ചില നേരിയ തടസ്സങ്ങൾ കാണുന്നുണ്ടെങ്കിലും ആശാവഹമായ ഫലങ്ങളും പുരോഗതിയും തന്നെയാണ് കാത്തിരിക്കുന്നതെന്ന് പറയാം. അനിവാര്യമായ പല നേട്ടങ്ങളും വന്നു ചേരുന്നതായി കാണാൻ സാധിക്കുന്നു. സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഈ മാസം നിങ്ങൾക്ക് കിട്ടുന്നു. കുടുംബ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വളരെ അനുകൂലമായാണ് കാണുന്നത്. ഇനി അതീവ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മെയ് മാസം പകുതിയോടെ തുടങ്ങി വരുന്ന സെപ്റ്റംബർ അവസാന മാസം വരെ നിങ്ങൾക്ക് വളരെ സന്തോഷജനകമായ ഒരു യോഗം കാണുന്നുണ്ട്. ധനലക്ഷ്മി യോഗമാണ്. മുൻപ് ചെയ്തു വെച്ച പ്രവൃത്തികളിലെല്ലാം തന്നെ വളരെയധികം ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങുന്നതായും ഇതിൽ നിന്നും വന്നു ചേരുന്ന സന്തോഷവും സമാധാനവും നിങ്ങളുടെ ആത്മവിശ്വാസവും കർമ്മരംഗത്തെ താല്പര്യവും വർദ്ധിപ്പിക്കുന്നതായുമാണ് കാണുന്നത്. അപ്പോൾ ഈ ധനലക്ഷ്മി യോഗം, വരാൻ പോകുന്ന ധനലക്ഷ്മി യോഗം നിങ്ങൾക്ക് കരഗതമാവുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ മാനസികമായി ചില തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതുണ്ടെന്ന് സാരം. ഇനി നിങ്ങളുടെ അശ്രദ്ധ മൂലമോ താല്പര്യക്കുറവ് കാരണമോ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും പിന്നീടേക്കുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ മന്ദതയും ഗുണഫലക്കുറവുകളും വന്നേക്കാം. അതുകൊണ്ട് തന്നെ വന്നു ചേരുന്ന ഒന്നിനെയും അവഗണിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ അശ്രദ്ധ മൂലമോ താല്പര്യക്കുറവ് മൂലമോ അതോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവഗണിച്ചു കളയുകയാണെങ്കിൽ പിന്നീട് വരാവുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഗുണഫലക്കുറവ്, മന്ദത ഇതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു നിസ്സാര കാര്യത്തിനെ പോലും അവഗണിക്കുവാനോ അശ്രദ്ധമായി പിന്നീടേക്ക് വയ്ക്കാനോ താല്പര്യക്കുറവ് കാണിക്കുവാനോ പാടുള്ളതല്ല. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, ദീർഘകാലത്തെ കാത്തിരിപ്പിനു ശേഷം കരഗതമായി തീരുവാൻ പോകുന്ന ലക്ഷ്മി കടാക്ഷത്തിൽ, ധനലക്ഷ്മി യോഗത്തിൽ ധനം ആഗമിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. അതീവ ശ്രദ്ധയോടെ തന്നെ ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഭാഗ്യസമയമാണ്. അവഗണിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലാകട്ടെ സന്തോഷവും സമാധാനവുമാണ് നിലനിൽക്കുന്നത്. ജീവിത പങ്കാളിക്ക് കരഗതമാകുന്ന വരുമാനം ജീവിതത്തിൽ കൂടുതൽ തൃപ്തിയും നിറവും സന്തോഷവും സമൃദ്ധിയും സമാധാനവും തരുന്നതായി കാണുന്നു. ഇനി സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ സഹോദരർക്കോ നിലവിലുള്ള ബന്ധം തൃപ്തികരമായി അനുഭവപ്പെടുന്നില്ല. സന്താനങ്ങൾക്ക് വിവാഹ ആലോചനകൾ വരുവാനും വിവാഹബന്ധത്തിലേക്ക് എത്തിക്കുവാനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും നിസ്സാര കാര്യങ്ങളിൽ പോലും സന്തോഷകരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള മാസമാണ്. ഇതുവരെ ഒട്ടും തന്നെ സാധ്യത പോലും ഇല്ലാതിരുന്ന കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ദൈവാനുകൂലം മികച്ചതായിട്ട് കൂടെയുണ്ട്. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ വളരെയധികം സംതൃപ്തി ജനകമായ ആരോഗ്യ സ്ഥിതിയാണ് നിങ്ങൾക്കുള്ളത്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് തീർച്ചയായും വളരെയധികം ഗുണകരമായ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. എന്നാൽ തന്നെയും ധ്യാനം, വ്യായാമങ്ങൾ എന്നിവ തുടങ്ങുവാനും
തുടർന്ന് കൊണ്ടുപോകുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അനിവാര്യമായ ജീവിത പുരോഗതിയിലേക്കുള്ള വളരെ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി കുറച്ച് ശ്രദ്ധാപൂർവം ജീവിതത്തെ നോക്കിക്കാണേണ്ടത് അത്യാവശ്യമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ വിട്ടുവീഴ്ച നടത്തുന്നതിലൂടെ വളരെയധികം മികച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കുറേ നാളുകളുടെ കാത്തിരിപ്പിൻ്റെ ഫലമായി നമ്മുടെ സൽക്കർമ്മങ്ങളുടെ ഗുണമായി നമുക്ക് ലഭിക്കുന്ന അസുലഭ സുന്ദരമായ ലക്ഷ്മി കടാക്ഷം, ഈ അവസരം ജീവിതത്തിൽ അവസാനം വരെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും നമ്മെ തേടിയെത്തുന്നതാണ്. കൈവരുന്ന മഹാഭാഗ്യം എല്ലാവർക്കും ഗുണകരമായി വരുന്ന രീതിയിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ മഹാഭാഗ്യത്തെ നെഞ്ചോട് ചേർത്തി ഭക്തി ആദരവുകളോടെ കാത്തു സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ട് വിജയിക്കുവാനായി സാധിക്കുന്നു. ഇനി ചില സ്വത്ത് തർക്കങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് മറ്റുള്ളവരുമായി, അവർ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും തർക്കങ്ങളിൽ ഏർപ്പെടുന്നതോ അന്യരെ പരിഹസിക്കുന്നതോ അവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയോ മറ്റോ ചെയ്യുന്നത് തീർത്തും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഗുരുസ്ഥാനീയനായ ഒരു മഹത് വ്യക്തിയുടെ സാന്നിധ്യം ഈശ്വരാനുകൂലത്തിൽ കാണുന്ന സമയമാണ്. ആ മഹനീയ സാന്നിധ്യം കൈവിടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി പറയട്ടെ, ആ ഈശ്വര ചൈതന്യമാണ് നിങ്ങളെ തുടർന്നുള്ള ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ജീവിതത്തെ വീക്ഷിക്കുക. നന്മയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുവാനും ഈശ്വര കടാക്ഷം ലഭിക്കുവാനും പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അപരിചിതരുമായുള്ള സൗഹൃദങ്ങൾക്ക് നിയന്ത്രണം വരുത്തേണ്ടതാണ്. മാസപ്പിറന്നാൾ തോറും തട്ടകത്തെ ദേവീക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നതും ഗണപതി ക്ഷേത്ര ദർശനം നടത്തി അപ്പം നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണഫലം ചെയ്യുന്നു. ജാതിമതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ തരുന്നതും ഈശ്വരാനുകൂലം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുന്നു. 2, 21, 22, 25, 28, 29 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. മകയിരം, ഉത്രം, ചിത്തിര, ഉത്രാടം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങൾ എടുക്കുന്ന അവസരങ്ങളിലും ഈ നക്ഷത്രക്കാരെ ചേർക്കാവുന്നതാണ്. 2 ആണ് അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. വെളുപ്പ്, ഇളം നീല എന്നിവയാണ് ഭാഗ്യനിറങ്ങൾ. തിങ്കളാഴ്ച ദിവസങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദേശിച്ചിട്ടുള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണഫലാർഹമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ
ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സാപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.